തീർച്ചയായും സ്ട്രെസ് ഉണ്ടാകും. കാരണം നമുക്കറിയാം, എൻട്രൻസ് പോലൊരു ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിക്കും ഒരു മെൻ്റൽ സ്ട്രെസ് അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ പല കുട്ടികൾക്കും ഇതറിയാവുന്ന കാര്യമാണ്. ആക്ച്വലി നമുക്ക് അങ്ങനെ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ അതിശയിക്കാനുള്ളത്. മാത്രമല്ല, ഈ 17-18 ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം, അവരൊരു അഡോൾസൻസ് ഏജിലാണ്. അതായത് ടീനേജിൽ നിന്നും അഡൽട്ട്സിലേക്ക് മാറുന്ന ഒരു ട്രാൻസിഷൻ ഏജിലാണ് ഇവരിൽ പലരും റിപ്പീറ്റ് ചെയ്യാൻ വരുന്നത്. ആക്ച്വലി അവർ പോലും മനസ്സിലാക്കാതെ ഈ അഡോൾസൻസ് ഏജിൽ അത് കാരണം പല ഇമോഷണൽ ഇഷ്യൂസും അവരുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ അവരുടെ പഠനത്തെ ബാധിക്കാറുമുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അതൊക്കെ ക്വയറ്റ് നാച്ചുറലാണ്. അതേപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിൽ പലരും +2 വരെ അവരുടെ വീട്ടിൽ അവരുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥികളായിരിക്കും. എപ്പോഴും അച്ഛനെ അമ്മയൊക്കെ കാണാം, ഫ്രണ്ട്സിനൊപ്പമാണ്. പക്ഷെ റിപ്പീറ്റ് ചെയ്യാൻ പുതിയൊരു ക്യാമ്പസിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ പുതിയൊരു ക്യാമ്പസിലേക്ക് എത്തി, നമ്മൾ പുതിയ സർക്കംസ്റ്റാൻസസിലേക്ക് വരികയാണ്. അപ്പം നമുക്ക് പൊതുവെ അനുഭവപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഹോം സിക്നെസ്. ഇതൊക്കെ നമ്മുടെ പഠനത്തെ ബാധിക്കും. നാച്ചുറലി അതൊരു സ്ട്രെസ്സായിട്ട് കൺവേർട്ട് ആവാറുണ്ട്. അതേപോലെ തന്നെ പല കുട്ടികളും ചിന്തിക്കാറുണ്ട്, ഞാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഒരു ചോയ്സ് എടുത്തു, അല്ലെങ്കിൽ ഒരു കരിയർ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ ഞാൻ എടുത്ത ആ ചോയ്സ് റോങ് ആയി പോയോ? ഇതൊക്കെ കുട്ടികളുടെ കൺസേൺ ആണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഇമോഷണൽ സ്ട്രെസ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പരിധി വരെയൊക്കെ അവർ പഠനത്തിൻ്റെ ഒരു ട്രാക്കിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെ ടീച്ചേഴ്സൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഇവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അതേപോലെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പരിധി വരെ ഈ സ്ട്രെസ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ ഈ പഠനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അവരുടെ പ്രിപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നല്ല സ്ട്രെസ് അനുഭവിക്കുന്നത് ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ആക്ച്വലി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതൊരു അനാവശ്യമായ ചിന്താഗതി, അല്ലെങ്കിൽ അവരുടെ ഒരു ഓവർ തിങ്കിങ് കൊണ്ട് തന്നെ ആണെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഈ കുട്ടികൾ പലപ്പോഴും ചിന്തിക്കുന്നു, എനിക്ക് പഠിക്കാനുള്ള നീറ്റ് JEE സിലബസ് ഭയങ്കര വാസ്റ്റ് ആണല്ലോ, ഭയങ്കര ഹെവി സിലബസ് ആണല്ലോ, ഇതെന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? പക്ഷെ മക്കളെ മനസ്സിലാക്കുക, നമ്മളുടെ എൻട്രൻസിൻ്റെ സിലബസ് ഓൾറെഡി നിങ്ങളൊരു റിപ്പീറ്റർ സ്റ്റുഡൻറ്റ് +1 +2 ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചതാണ്. നമ്മുടെ എക്സാമിൻ്റെ പാറ്റേണും ആ പഠന രീതിയുടെയും സ്റ്റൈലൊന്ന് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ നിങ്ങൾ ആവശ്യമില്ലാത്തൊരു സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ പല കുട്ടികളും വിചാരിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഈ കുറഞ്ഞ കാലയളവിൽ ഈ +1 +2 സിലബസ് എനിക്ക് പ്രോപ്പറായിട്ട് കവർ ചെയ്യാൻ പറ്റുമോ? എനിക്കിത് പ്രോപ്പറായിട്ട് ഈ അക്കാദമിക് പ്ലാനിങ് ഒക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനുണ്ട്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡിക്ക് സമയം കിട്ടുമോ? ഇങ്ങനത്തെ പല ഡൗട്ട്സുകൾ ഇവർക്ക് വരാറുണ്ട്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഫ്യൂച്ചറിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം ഓൺലൈനും അതോടൊപ്പം തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളുമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ 3-4 ഡേയ്സ് നമുക്ക് സെൽഫ് സ്റ്റഡിക്കും സെൽഫ് അവെയർനെസ്സിനും ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. വളരെ കൂളായിട്ട് നമ്മുടെ അടിപൊളി ടീച്ചേഴ്സിനൊപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള അടിപൊളി അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്, അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ഒരു സ്ട്രെസ്സാണ് പിയർ പ്രഷർ. ഈ വിദ്യാർത്ഥികൾ അവരെ അവരുടെ സുഹൃത്തുക്കളുമായിട്ട് തന്നെ കമ്പയർ ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ അവർ ഹോസ്റ്റലിലിരുന്ന് ഒരു മുറിയിലിരുന്ന് പഠിക്കുന്നവരായിരിക്കും. അതിൽ ചിലർ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കും, ചിലർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും. അപ്പം നമ്മളെ അവരുമായിട്ട് കമ്പയർ ചെയ്യും. അവരെ പോലെ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരെക്കാളും കൂടുതൽ സമയം എനിക്ക് പഠിക്കാൻ വേണ്ടി വരുന്നല്ലോ എന്ന അനാവശ്യമായ സ്ട്രെസ്സ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല, എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യാനൊക്കെ വരുമ്പോഴത്തേക്ക് പേരൻസിൻ്റെയും ഫാമിലിയുടെയും അതേപോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ ഒരു സോഷ്യൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. എൻ്റെ കുട്ടി എൻട്രൻസ് ക്രാക്ക് ചെയ്ത് വരും, അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്നൊരു വലിയ കൺഫ്യൂഷൻ ഈ കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ അവരിലേക്ക് സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യും, അവരുടെ പഠനത്തെ വരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ കുട്ടികളൊക്കെ അവരുടെ സ്കൂളിങ്ങിൽ ടോപ്പ് ലെയറിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടികളായിരിക്കും. പക്ഷെ എൻട്രൻസിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ സിലബസിലേക്കും ആ പുതിയൊരു മെത്തേഡിലേക്കും എത്താനുള്ള ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ അവരുടെ ആദ്യ സമയങ്ങളിലൊക്കെ മാർക്കുകളൊക്കെ കുറച്ചൊന്ന് കുറയാം. അപ്പം ഫിയർ ഓഫ് ഫെയിലുവർ എന്ന് പറയുന്ന ഒരു ഇത് അവരിലേക്ക് കാണാറുണ്ട്, തോറ്റു പോകുമോ എന്നൊരു ഭയം. പക്ഷെ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ ചിന്താഗതി ഒന്ന് മാറ്റിയാൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് സപ്പോസ് നാളെ ഒരു എക്സാം ഉണ്ടെന്ന് വിചാരിക്കുക, വളരെ സീരിയസ് ആയിട്ടൊരു എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം.
സപ്പോസ് നമുക്കിനി ഒരു 3-4 മണിക്കൂർ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന കുട്ടി എന്താ കരുതുന്നത്? അയ്യോ, എനിക്കിനി 3-4 മണിക്കൂറല്ലേ ഉള്ളൂ, ഞാൻ ഇനിയും പഠിച്ചാൽ നാളത്തെ എക്സാം എന്താകും എന്നാണ് ഈ കുട്ടി ചിന്തിക്കുന്നത്. പക്ഷേ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി ചിന്തിക്കുന്ന ഒരു കുട്ടി ചിന്തിക്കുന്നത് എന്താണ്? എനിക്കിനിയും 3-4 മണിക്കൂറുണ്ട്, ആ ടൈം എങ്ങനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം, എങ്ങനെ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് നാളത്തെ എക്സാം എത്രത്തോളം കളർഫുൾ ആക്കാം എന്ന പോസിറ്റീവ് ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അതിനെ ഈസി ആയിട്ട് നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആരോടെങ്കിലുമൊക്കെ നമ്മളത് ഷെയർ ചെയ്യുക. മേ ബി അത് നിങ്ങളുടെ പേരൻസ് ആവാം, ഹോസ്റ്റൽ വാർഡനോ മെൻറ്റേഴ്സോ ആവാം, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആവാം. അതുമല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് അതൊരു സൈക്കോളജിസ്റ്റിനോടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ കുറേയൊക്കെ നമുക്കിത് മാനേജ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് ഇതിൽ നിന്നും റിക്കവറായി പുതിയൊരു പഠനത്തിൻ്റെ ട്രാക്കിലേക്ക് നമുക്ക് എന്തായാലും എത്തിച്ചേരാൻ കഴിയുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുള്ള സ്ട്രെസ്സോ ടെൻഷനിൽ നിന്നോ അല്ല നമ്മുടെ വിദ്യാർത്ഥികൾ തിരുത്താൻ പറ്റാത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ ഉള്ളിലിരുന്ന് ആരോടും ഷെയർ ചെയ്യാതെ ട്രിഗർ ചെയ്താണ് അത് വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എത്ര ചെറുതുമാകട്ടെ അത് അഡ്രസ്സ് ചെയ്യപ്പെടുക തന്നെ വേണം. നമ്മളുടെ ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ നിങ്ങൾക്കത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളോട് ഷെയർ ചെയ്യാവുന്നതാണ്. എന്നും നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്.